2026 ഒരു BMW ഇല്ലെങ്കിൽ ഏത് കാറാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്നത് വിത്ത് പ്രോപ്പർ കാൽക്കുലേറ്റർ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ മാത്രമല്ല പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാനും പോവുകയാണ്. ദിസ് ഈസ് മീ അരുൺ ഹിയർ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഒരു കാർ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പക്ക ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് നിർബന്ധമായിട്ടും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി വേറെ വല്ലവരും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫയലിലേക്ക് വരാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഓടിപ്പോവുക, ഈ ലിങ്ക് എടുക്കുക, ഒരു സൈഡിൽ വെക്കുക, ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് തന്നെയാണ് ഇത്. അപ്പം നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കോ ഫസ്റ്റ് എന്താണ്, നമുക്ക് ഒരു നമ്മുടെ ആനുവൽ ഇൻകം എത്രയാണ്. ഞാൻ ഇവിടെ ഒരു 10 lakh എന്ന റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിലാക്കാവുന്നതാണ്. അടുത്തതോ ഇൻകം ടാക്സ് 0 ഞാൻ കറന്റ് കൊടുക്കുന്നു. അപ്പം ആനുവൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഉണ്ട്. എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് എത്ര വേണേലും അവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൈസ് ഓഫ് വെഹിക്കിൾ എക്സ് ഷോറൂം 15 ലക്ഷം രൂപ. ഓൺ റോഡ് പ്രൈസ് കൂടെ നോക്കുക. ഒരു താറൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 16 ലക്ഷം രൂപയോളം ആകും. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാകും. സോ നമുക്ക് താറ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്. റൈറ്റ്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 20% ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നു. 3,20,000 നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. ബാക്കി 12,80,000 രൂപ ലോൺ ഇട്ടു 5 വർഷത്തേക്ക് 9.5%. അപ്പം നമ്മുടെ ആ ഒരു മാജിക്കൽ നമ്പർ കിട്ടും, ഒരു തീരുമാനം ഇവിടെ എത്തും. അതായത് അറൗണ്ട് 26,882 രൂപ നമുക്ക് എക്സ്ട്രാ വരും എന്നതായിരിക്കും നമ്മളുടെ ഫൈനൽ കാൽക്കുലേഷൻ. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. ഇത് മാത്രമല്ല വരാൻ പോകുന്നത്, കുറെ അധികമുണ്ട്. നിങ്ങൾ ഇവിടെയാണ് ഒന്ന് ഞെട്ടാനായിട്ട് പോവുക. അതായത് റണ്ണിങ് കോസ്റ്റ് വരുമ്പോഴത്തേക്ക് മന്ത്ലി ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരു 500 കിലോമീറ്റർ എന്ന റേഞ്ചിൽ കൊടുക്കുന്നു. കാർ മൈലേജ് 14 ആണ്. സോ ഒരു 110 രൂപ പെട്രോളിന്റെ വില ഒരു ആവറേജ് കൊടുത്തേക്കാണ്. ഒരു 7 വർഷം ലൈഫ് സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 7 വർഷം നമ്മൾ ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് 47,143 രൂപ പെർ ഇയർ. അതായത് 47,143 ഒരു വർഷത്തേക്ക്. അപ്പോൾ ഒരു മാസത്തേക്ക് എത്രയാ? 3,929. അതായത് നമ്മളുടെ 26,000 EMIയുടെ കൂടെ ഒരു 3,929 രൂപയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 30,811. ഓൾമോസ്റ്റ് 31,000 ആയിട്ടുണ്ട് ഇല്ലേ? ഗുഡ്. അടുത്തെന്താണ്? ഇൻഷുറൻസും ചെറിയ മെയിൻ്റെനൻസും എന്ന രീതിയിൽ ഇൻഷുറൻസ് പ്രീമിയം 25,000. ആനുവൽ മെയിൻ്റെനൻസ് ഓൾമോസ്റ്റ് 25,000 രൂപ. ആനുവൽ മെയിൻ്റെനൻസാണ്, പക്ഷെ അതിൽ കൂടുതലാകാറുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആനുവൽ ഇതെല്ലാം കൂടെ എത്ര? 50 ഡിവൈഡഡ് ബൈ ഓൾമോസ്റ്റ് 12. അതായത് 4,167 രൂപ മാസം എക്സ്ട്രാ. അപ്പോൾ എത്രയായി? 31,000 കൂടെ നമുക്ക് 34,900. അപ്പോൾ ഓൾമോസ്റ്റ് എത്രയായി? 34,978 ആയി. അപ്പം 26,000 രൂപയേ ഉള്ളൂ EMI എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ വാല്യൂ മന്ത്ലി കൂടിയ എക്സ്പെൻസ് ആണിത്. 34,978. അവിടെയും തീർന്നിട്ടില്ല. അഡീഷണൽ കോസ്റ്റ് ആയിട്ട് ആനുവൽ പാർക്കിംഗ് എക്സ്പെൻസ്, വണ്ടി എവിടെയെങ്കിലും കൊണ്ടുമ്പോൾ ഇതർ നമ്മൾ പാർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പോലീസ് നമുക്ക് നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ അടച്ചു തരും ഇല്ലേ? പിന്നെ ടോളുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് അനദർ 1,666. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് 10,000 + 10,000 20,000 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 1,667. അതായത് 36,644 രൂപ. പിന്നെയും ചെറിയൊരു വ്യത്യാസം നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് ഇല്ലേ? എന്താണ് ടോട്ടൽ ബൈയിങ് കോസ്റ്റ്? എത്രയായിരുന്നു? 19,32,943 രൂപ. ടോട്ടൽ റണ്ണിങ് കോസ്റ്റോ 3,30,000 രൂപ. ടോട്ടൽ ഇൻഷുറൻസ് മെയിൻ്റെനൻസ് 3,50,000 രൂപ. ആൻഡ് ഫൈനലി ടോട്ടൽ അഡീഷണൽ കോസ്റ്റ് 1,40,000 രൂപ. എല്ലാം കൂടെ ഒരു കാറ് നമ്മൾ ഒരു ലൈഫ് സ്പാൻ, അതായത് 7 വർഷത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 27,52,943 രൂപ ഓൾമോസ്റ്റ്. അപ്പോൾ വണ്ടിയുടെ വില 16 ലക്ഷം രൂപയല്ല, 27 ലക്ഷം രൂപയിലേക്ക് നേരെ മാറിയിട്ടുണ്ട്.
ഈ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല എന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ആനുവലി ഒരു സാലറി ഹൈക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻഫ്ലേഷനുമായിട്ടെ അതങ്ങ് ടാലിയപ്പായി പോകുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു എക്സലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇൻകം കൂടി ഇല്ലേ, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 8% വെച്ച് 10 ലക്ഷമായിരുന്നു, പിന്നെ 10,80,000 11,66 ഇതിങ്ങനെ കൂടി പോകുന്നുണ്ട്. അത് കഴിഞ്ഞാലോ നമുക്ക് ഓൾമോസ്റ്റ് ഡൗൺ പേയ്മെന്റ് നമ്മൾ ഫിക്സ്ഡ് തന്നെ കൊടുത്തേക്കുന്നത് ഇല്ലേ. അത് കഴിഞ്ഞാലോ നമുക്ക് ഡൗൺ പേയ്മെന്റ് പ്ലസ് EMI ആണ് കേട്ടോ. ഓൾമോസ്റ്റ് 19.32 തന്നെ വന്നിട്ടുണ്ട്. റണ്ണിങ് കോസ്റ്റിലേക്ക് വരികയാണെങ്കിലോ 47.6% ഇയർലി കൂടിയിട്ടുണ്ട്. ഇൻക്രിമെന്റ് ഉണ്ട്. 47, 49 ആയി, 52 ആയി, 56 ആയി, 59 ആയി, ഇങ്ങനെ കൂടി 3.95 പോയി. അത് കഴിഞ്ഞാലോ ഇൻഷുറൻസ് പ്ലസ് മെയിൻ്റെനൻസ് 35 37 ആയി, 39 ആയി, 41 ആയി, ഫൈനലി 2.93 ആയി. അഡീഷണൽ കോസ്റ്റോ 14,000 നിന്ന് നേരെ 19,000 മാറി. എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഹ്യൂജ് എമൗണ്ടിലേക്ക് മാറി. ഇയർലി 3,72,000. അതായത് 10 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന നിങ്ങൾ അതിൻ്റെ 37% നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നതാണ് എപ്പം നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ആനുവൽ ഇൻകം ഒന്നിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ, ലെറ്റ്സ് ഒരു 20 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എന്നുണ്ടെങ്കിൽ വെറും ലെറ്റ്സ് ഒരു 1.5% ഉള്ളൂ നിങ്ങളുടെ കാറിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കും, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബെറ്റർ ആക്കും. നിങ്ങൾക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻസും, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന വണ്ടിയാണല്ലോ, വണ്ടി ഭ്രാന്തന്മാരാണല്ലോ മുഴുവൻ. അപ്പം എന്തായാലും നിങ്ങൾക്കത് ആഡ് ഓൺ ആകുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡൗൺ ആയിട്ട് അടച്ചിട്ടുള്ള ഡൗൺ പേയ്മെന്റ് ഉണ്ടല്ലോ, 20% ആണ് ഇവിടെ പേ ചെയ്തിട്ടുള്ളത്. നമുക്കത് നേരെ ഒരു 5 lakh ഇല്ലെങ്കിൽ അതൊരു 7 lakhിലേക്ക് നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഹ്യൂജ് ചേഞ്ച് വരുത്തുന്നതായിരിക്കും. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എക്സലിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ എക്സലിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് ഓൾസോ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരിക്കും അത് ചെയ്യാനായിട്ട്. താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അതോടെ ഒന്ന് കമന്റിൽ അറിയിക്കുക. See you there in next video.